നമസ്കാരം. ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഓൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഈ മസ്റ്ററിങ് പൂർത്തിയാക്കിയാലും ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടാകില്ല. അത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ചില ആളുകൾ ഒന്നിൽ കൂടുതൽ തവണ മസ്റ്ററിങ് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചുമെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അത് നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു ചെറിയൊരു കാര്യമുണ്ട്. ചില ആളുകൾക്ക് രണ്ട് രൂപത്തിലുള്ള പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകളും, അതുപോലെ തന്നെ ചില ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ രണ്ട് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും 2 പ്രാവശ്യം മസ്റ്ററിങ് ചെയ്യേണ്ടി വരും. അവർക്ക് 2 പെൻഷൻ ഐ ഡി ഉണ്ടായിരിക്കും. ആദ്യം അവർ ഒരു പെൻഷൻ ഐ ഡിയിൽ മസ്റ്ററിങ് പൂർത്തിയാക്കുക. പിന്നീട് മറ്റൊരു പെൻഷൻ ഐ ഡിയുള്ള ആളുകൾ അപ്പോൾ തന്നെ മസ്റ്ററിങ് വീണ്ടും പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനെ രണ്ട് പ്രാവശ്യം മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഒരു പെൻഷൻ തടഞ്ഞു വെക്കുകയും, അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ചില കേന്ദ്രങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നല്ല തിരക്കാണ്. ആ തിരക്കുള്ള സമയങ്ങളിൽ നമുക്ക് മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്റം ചില സമയത്ത് എറർ ആകുന്നുണ്ട്. അങ്ങനെ അവർ പൂർത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പേപ്പർ കൈവശം ലഭിക്കാതെ നമ്മൾ അവിടെ നിന്നും പോരരുത്. മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കിയൊരു പേപ്പർ ലഭിക്കും. ആ പേപ്പർ കൈവശം ലഭിച്ച് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാതെ പോന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മസ്റ്ററിങ് പൂർത്തിയായിട്ടുണ്ടാകില്ല. അങ്ങനെ പേപ്പർ ലഭിക്കാതെ ആളുകളുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പെൻഷൻ പോർട്ടലിൽ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൽ പെൻഷൻ തിരച്ചിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കോളത്തിൽ നമ്മുടെ ആധാർ നമ്പറോ ഫോൺ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡിയോ അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ അതിലേതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. അതിലേറ്റവും അവസാനം മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെന്നുള്ള കോളത്തിൽ മസ്റ്ററിങ്ങിൻ്റെ കാലാവധി അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ പിന്നീട് പെൻഷൻ ലഭിക്കും, പെൻഷൻ മുടങ്ങുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ഒന്നുകൂടി മസ്റ്ററിങ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ജൂലൈ പെൻഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളമായി ഇപ്പോൾ കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും ജൂലൈ മാസത്തിലെ പെൻഷൻ 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓൺലൈൻ വഴിയാണ് പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽഡ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ആ വെരിഫിക്കേഷൻ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.